എറണാകുളം ചോറ്റാനിക്കരയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം തുടങ്ങി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 2 ദിവസത്തിനകം റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും. സ്കൂളിലേക്ക് ഇന്ന് SFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഈ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവ് ലഭിക്കാതെ അവർക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. ആ സമയത്തും ഈ മിഹിറിന്റെ കുടുംബാംഗങ്ങൾ ആവർത്തിച്ച് ആ സ്കൂളിൽ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിക്രൂരമായ അതിക്രമത്തിന്റെ വിവരങ്ങൾ ഇന്നലെ പുറത്തു പറയുകയും ചെയ്തു. എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടികൾ? പ്രാഥമിക അന്വേഷണമാണോ ഇന്ന് നടന്നത്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം നൽകുകയായിരുന്നു. എത്രയും വേഗം ഒരു അന്വേഷണം നടത്തി ഇതിന്റെ കാര്യാവസ്ഥകൾ ബോധിപ്പിക്കണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിശോധന ഗ്ലോബൽ സ്കൂളിൽ നടന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നേരിട്ടെത്തിയാണ് സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിച്ചത്. ഇതിന്റെ CCTV അടക്കം പരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളിലേക്ക് അടുത്ത ദിവസം കടക്കും. 2 ദിവസത്തിനകം ഇതിന്റെ സമഗ്ര റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ കൈമാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും അത് നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ നൽകും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നതും. ഒപ്പം അല്പസമയം മുമ്പാണ് SFIയുടെ പ്രതിഷേധ മാർച്ച് ഈ സ്കൂളിന് മുന്നിൽ നടന്നത്. അവർ മാനേജ്മെന്റുമായി SFIയുടെ ജില്ലാ നേതാക്കൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും എന്നുള്ളൊരു ഉറപ്പ് SFIക്കും സ്കൂൾ മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ മറ്റ് വിദ്യാർത്ഥികൾ ക്യാമ്പസിലുണ്ട്. അവരെല്ലാം മാനസികമായി പല പ്രശ്നങ്ങളും ഈ ആത്മഹത്യക്ക് ശേഷം നേരിടുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു കൌൺസിലിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യം SFI നേതാക്കൾ മാനേജ്മെന്റിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പോകും. ഒപ്പം ഈ കുട്ടിയുടെ അമ്മ നാളെ പോലീസിന് മുന്നിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ, ശരി, 2 ദിവസത്തിനകം റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും. സമഗ്ര അന്വേഷണത്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.